ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. ഞാൻ ദേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മക്കളുടെ സ്കൂളിലേക്ക് വിടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചതൊരു വ്ളോഗാക്കാന്ന്. ഇന്ന് ഈ വ്ളോഗിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുടെ ലഞ്ച് ബോക്സ് പാക്കിങ്ങും മക്കളെ സ്കൂളിലേക്ക് വിടുന്ന വിശേഷങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ഇവർക്ക് കൊണ്ടുപോകുന്ന കറികളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യും. അപ്പോഴാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ചില സമയത്ത് നേരം വൈകിട്ട് ഉറങ്ങാൻ പറ്റുക. അപ്പോൾ ഞാൻ തലേദിവസം വൈകുന്നേരം തന്നെ എല്ലാത്തും റെഡിയാക്കി വെക്കും. അപ്പോൾ ഇന്ന് കാലത്ത് എനിക്ക് മുട്ട പൊരിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവർക്ക് ചോറ് കൊണ്ടുപോകാൻ വലിയ ഇഷ്ടമില്ല ലഞ്ചിന്. അപ്പോൾ കാലത്ത് ഉണ്ടാക്കുന്ന പലഹാരം തന്നെയാണ് ഇവർക്ക് കൊണ്ടുപോകാനായിട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കൊടുത്തയക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചോറ് കൊടുത്തയക്കാന്ന്. അപ്പോൾ ഞാൻ മോരുകറിയും ബീട്രൂട്ട് തോരനൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ ഉണ്ടാക്കി വെച്ച കാരണം വലിയ പണി ഉണ്ടായിരുന്നില്ല. മുട്ട പൊരിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണി. അപ്പോൾ ഞാനതൊക്കെ ഇവർ 3 പേരുടെ പ്ലേറ്റിലേക്കും ചോറ് പാത്രത്തിലേക്കൊക്കെ ആക്കാണ്. പിന്നെ മുട്ട പൊരിച്ചത് ഓരോന്ന് വെച്ച് കൊടുക്കും. അച്ചാറ് വേണമെന്ന് ചോദിച്ചപ്പോൾ അന്നമ്മ പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ ആൻ്റപ്പനും ആദൂട്ടിനും പിന്നെ അച്ചാറ് വലിയ നിർബന്ധമില്ല. അപ്പോൾ ഞാൻ അത് കൊടുക്കാറില്ല കേട്ടോ. ചോറ് ആണ് ഇവർക്ക് ലഞ്ചിന് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ വെക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പെടച്ചിൽ പോലെ തോന്നും. അപ്പോൾ തലേദിവസം നമ്മളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരു ആയത്തിൽ ചെയ്താൽ മതി. അല്ലാതും ഞാൻ പിന്നെ അല്ലെങ്കിൽ പിന്നെ 5:30, 4 മണി 4:30 എഴുന്നേക്കണം. ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നേരത്തെ ഒക്കെ എഴുന്നേറ്റെങ്കല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നല്ലതാണ്, എല്ലാതും എളുപ്പത്തിൽ കഴിയുമെന്നൊക്കെ. അപ്പോൾ ഞാനും ഇനി തൊട്ട് നേരത്തെ എഴുന്നേക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഞാനിങ്ങനെ ചോറും പാത്രം ഇങ്ങനെ ടവിലൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ പഴയ കാലമൊക്കെ ഓർമ്മ വരും. ശരിക്കും ഒരു തള്ള വൈബ് അതാണ്. എന്നിട്ട് ഇവർക്ക് സ്നാക്സ് കൊടുക്കലാണ് പിന്നെ അടുത്ത പണി. അപ്പോൾ 3 പേർക്ക് സ്നാക്സ് വേണം. ആൻ്റപ്പനും ആദൂട്ടിനും മസ്റ്റായിട്ട് കൊണ്ടുപോകണം. അന്നമ്മയ്ക്ക് ആവശ്യമില്ല. പക്ഷേ ഇവർക്കൊക്കെ കൊണ്ടുപോകണം കാണുമ്പോൾ പിന്നെ അന്നമ്മയും പറയും ഞാൻ ഓട്ടോയിലിരുന്ന് കഴിച്ചോളാം, അമ്മ എനിക്കും വേണം സ്നാക്സ് എന്ന് പറയും. അപ്പോൾ ഈ പേപ്പർ ബിസ്ക്കറ്റ് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓരോന്നും അതിൻ്റെ ഇടയിൽ ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയും ഇവിടുത്തെ സ്നാക്സ് പകുതി തീർക്കുന്നത് കുട്ടികളല്ല അമ്മയെന്ന് പറയും. അതിൽ ഇത്തിരി കാര്യമുണ്ട്, പക്ഷേ കുറേയൊന്നും കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇവർ ലഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ ആദൂട്ടിന് യൂണിഫോമൊക്കെ മാറ്റിച്ചു. ആദൂട്ടിന് ഇങ്ങനെ ഓരോ ഗോഷ്ടിയും ഓരോ ടാറ്റയും തംസപ്പൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ ബെൽറ്റ് ഇടലും മുടിയിടലാണ് ഇനി ഒരു പണിയുള്ളൂ. ഇനി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അപ്പോഴേക്കും വണ്ടി വരും. അപ്പോഴേക്കും പിന്നെ ഇവിടെ വിടണം. ഇവരെ വിട്ടിട്ട് വേണം എൻ്റെ പിന്നെ നമുക്ക് വിടാനായിട്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടം കൂടുമ്പോൾ ഇങ്ങനെ ഇറുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇറുക്കും. എൻ്റെ പിന്നൊക്കെ ഇങ്ങനെ ഇറുക്കും. ചിലപ്പോൾ ഞാൻ കടിക്കും. അതിന് ഇഷ്ടം കൂടുമ്പോൾ അങ്ങനത്തെയൊക്കെ ചില പ്രതിഭാസങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ വണ്ടി വരാറായി. ഞാൻ അകലേന്ന് ഒച്ച കേട്ടു. അപ്പോൾ ഞാൻ വേഗം അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. എത്ര നേരം വൈകിയാലും വണ്ടി വന്നാലും ഞാൻ രൂപത്തിൻ്റെ അവിടെ 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടാട്ടോ ഇവരൊക്കെ ഒന്ന് വിടാറുള്ളൂ. ഇവനെ മാത്രമല്ല എൻ്റെ പിന്നൊക്കെ അങ്ങനെയാണ്. ഞാനും അതെ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒന്ന് മാതാവിനെ ഈശ്വരനൊക്കെ ഒന്ന് തൊട്ടുമുത്തിയിട്ട് പോവും. അത് നമുക്ക് ചെറുപ്പത്തിൽ തൊട്ട് ശീലിച്ച കാരണം അങ്ങനെ ചെയ്യാതെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല. അങ്ങനെ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും വണ്ടി വന്നു കേട്ടോ. 2 ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെയാണ്. ഇവന് വണ്ടി വരുന്ന സമയമാകുമ്പോൾ കറക്റ്റ് മഴ പെയ്യും. അപ്പോൾ ഞാൻ വണ്ടി വന്ന കാരണം ധൃതിയിൽ ഞാൻ കൊണ്ടെടുക്കാനും മറന്നുപോയി. അപ്പോൾ ഞാൻ തലയിൽ കൈ വെച്ചിട്ട് ഓടിപ്പിക്കുക. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് അവനൊക്കെ കയറ്റി വിട്ടു. ഇനി അന്നമ്മേനെ ആൻ്റപ്പനെയും വിടണം. വേറെ പണികളല്ല, ആൻ്റപ്പനും അന്നമ്മയും തന്നെ ഡ്രസ്സ് മാറിക്കോളും. അന്നമ്മയ്ക്ക് മാത്രം മുടി കെട്ടി കൊടുക്കലേ എനിക്കൊരു പണിയുള്ളൂ. പിന്നെ മുടി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കുറച്ച് മേക്കപ്പ് പരിപാടികളുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും വണ്ടി വരും. പിന്നെ അവനും പ്രാർത്ഥിച്ചങ്ങ് വിടും. അന്നമ്മയ്ക്കാണെങ്കിൽ ഇന്ന് ബയോളജി എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപ്പോഴേക്കും അന്നമ്മേൻ്റെയൊക്കെ വണ്ടി വന്നു. കണ്ടപ്പോൾ നല്ല മഴയായി, പെരുമഴ. നമ്മുടെ മാമനാണെങ്കിൽ പൂപ്പിക്കുടം ചൂടി നിൽക്കുന്നുണ്ട് ഇവരെ മഴ കൊള്ളയ്ക്കാതിരിക്കാൻ ബാഗൊക്കെ വെക്കാൻ. അങ്ങനെ ഇവർക്കൊക്കെ ഞാൻ ടാറ്റ പറഞ്ഞ് വിട്ടു. ഇനി അടുത്ത പണി എന്താ, എൻ്റെ കാപ്പിക്കുട്ടി തന്നെ. കാപ്പിക്കുടിയിൽ നിന്ന് ഒരു മുക്തി എനിക്ക് നേടാൻ പറ്റിയിട്ടില്ല. മാറ്റണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ സമയമാകുമ്പോൾ ഇങ്ങനെയൊരു എന്താ പറയുക, ഒരു ആഗ്രഹം ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ വിചാരിക്കും അങ്ങോട്ട് കുടിക്കാമെന്ന്. അപ്പം ഞാൻ കാപ്പി കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദിയുണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും അത് സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ, ബൈ.